ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടാണ് ശൈലയാണ്. എല്ലാവരും അറിയുന്നുണ്ടാവും. എൻ്റെ കൂടെ +2 മുതൽ ഇപ്പം വരെ ഉള്ള ആളാണ് കേട്ടോ. അപ്പം എൻ്റെ ബെസ്റ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ മേലെയാണ് ആൾ. ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ ഉള്ളൂ. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവൾക്ക് അറിയാം. അങ്ങനെ നമുക്കൊരു കൂട്ടുണ്ടാവുമല്ലോ, അതാണ് ഇവള്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. കോഴിക്കോടാണ് ഇൻ്റർവ്യൂ മാങ്കാവ് ആയിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായി കേട്ടോ. അപ്പം ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ചായി, ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂക്ക് പോയതായിരുന്നു. അത് ഞാനും അവളും കൂടി ഇൻ്റർവ്യൂക്ക് പോകുന്നതാണ് കേട്ടോ. അത് അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്താനായിട്ട് നമ്മൾ ട്രെയിനിനായിരുന്നു. രാവിലെ തന്നെ ഒരു 9:30-ൻ്റെ ട്രെയിനിനാണ്. 11 മണിക്ക് നമുക്ക് ഇൻ്റർവ്യൂ ഉള്ളത്. ഇൻ്റർവ്യൂ മീറ്റിംഗ് ഒക്കെ ആയിരുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ വേറെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോവുമായിരുന്നു. അപ്പോൾ അത് അവിടെ കോഴിക്കോട് എത്താൻ ഏതാണ്ട് ട്രെയിൻ മെല്ലെ സ്ലോ ആയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ട് കേട്ടോ. നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എൻ്റെ അമ്മ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കൊല വിളിക്കും, മക്കളെ ഇന്നെ ഡോറിൻ്റെ അടുത്ത് നിൽക്കരുതെന്ന് ഈ വീഡിയോ എടുക്കുന്ന ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കോഴിക്കോട് എത്താനായപ്പോൾ ഇങ്ങനെ സ്ലോ ആയപ്പോൾ നമ്മൾ അവിടെ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നതാണ് കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്തതാണ്. ആരും ചീത്ത പറയരുത് മക്കളെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോന്ന് ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഓട്ടോ ഉള്ളൂ. പക്ഷെ നമുക്ക് എവിടെയാണെന്നുള്ള കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് ഞാനും ഓളും കൂടി ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. നമ്മളവിടെ എത്തിയപ്പോഴത്തിന് കുറേ ആൾക്കാർ വന്നിട്ടൊക്കെ ഉണ്ട്. അവിടെ SBIൻ്റെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പം അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2-3 മീറ്റിംഗ്, കുറച്ച് നേരം ടൈം എടുത്തു. 11:30-ക്ക് പറഞ്ഞിട്ട് 12:30 തുടങ്ങിയിട്ടില്ലായിരുന്നു മക്കളെ. അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ നമുക്ക് 2 സാർമാർ വന്ന് മീറ്റിംഗ് ഒക്കെ എടുത്തു, ക്ലാസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം ബ്രേക്ക് വന്ന് അങ്ങനെ പിന്നെ കുറച്ച് അവിടെ സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ വേറൊരു ഡേറ്റ് തരികയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇൻ്റർവ്യൂ ഒന്നും എടുത്തില്ല. ക്ലാസ്സിന് ഇവരിങ്ങനെ വന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ എടുക്കുന്നുണ്ട്, അതൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ SM-ലൊക്കെ പോയി. എന്തായാലും കോഴിക്കോട് വന്നതല്ലേ, അപ്പം നമ്മൾ തെണ്ടാൻ വേണ്ടി SM-ലൊക്കെ വന്ന്. ഇതിപ്പോൾ പറയണത് എന്താണ്, ലിപ്സ്റ്റിക്കിൻ്റെ പറയാണ് കേട്ടോ. അതാണ് ചുണ്ടുകൊണ്ട് ഇങ്ങനെ കാണിച്ചത്. അവൾ പറയും എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി, എൻ്റെത് എന്താണ്, ഏത് ഷെയ്ഡാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ SM-ൽ പോയി. കുറേ അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടന്നു. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. നല്ല രസമായിരുന്നു. SM-ൽ പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന അതായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു, അടിപൊളി തിരക്കായിരുന്നു. പിന്നെ കുറേയൊക്കെ തെണ്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നേരെ പോയിട്ട് നല്ല ബിരിയാണി കഴിക്കുക വെച്ച്. അൺലിമിറ്റഡ് ബിരിയാണി ഉണ്ടോയെന്ന് കുറേ തപ്പി. പക്ഷേ ഒരു ഹാഫ് ബിരിയാണിൻ്റെ അൺലിമിറ്റഡിൻ്റെ കാളും ഉണ്ടാവും. നല്ല തോനെ നമുക്ക് ഫുള്ള് തരുന്നതിനേക്കാളും തോനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഹാഫിനിടാം തോനെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുള്ളൂ, പക്ഷേ പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തോനെ നമുക്ക് ബാക്കി ചെയ്യാൻ പോലെ. അങ്ങനെ പിന്നെ ഞാനും ഓളും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വേറെ ആരും ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ഈ ഷോപ്പിൽ പറഞ്ഞാൽ, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി ബിരിയാണി ആയിരുന്നു. എനിക്ക് വലിയ വിശക്കണമൊന്നും ഇല്ലായിരുന്നു. നമ്മളതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ. പിന്നെ എന്തായാലും കഴിക്കേണ്ട വെച്ചിട്ട് നമ്മളിവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഇവൾക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി വാങ്ങിച്ചാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു. അത് വാങ്ങി കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഈ ബിരിയാണീനെ കേട്ടോ, പല ബിരിയാണി എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ചിക്കൻ ബിരിയാണി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ ദിവസവും ഒരിഷ്ടമുള്ള ആ ഒരു ടൈപ്പ്, ചില ദിവസം പല ടൈപ്പുള്ള ബിരിയാണികൾ ഉണ്ടാക്കലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ബിരിയാണി. SM പോണവർ അവിടെ പോയി കഴിക്കട്ടെ. നമ്മളെ സൈഡിൽ തന്നെ ഉള്ളത് തന്നെയാണ്, അവിടെ കണ്ടാൽ തന്നെ കാണും. അവിടെ 2-3 ബിരിയാണീൻ്റെ ഇതുള്ളൂ, ഉള്ളോട്ടേക്കുള്ള റോഡാണ്. എനിക്ക് പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല. അവിടെ SM തന്നെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ചുകൂടി നടക്കാനുള്ളൂ. SM-ന്ന് നടന്ന് നമ്മൾ നേരെ എന്താണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോ എടുക്കാനും ലോഡർ ഫേസ് തിരയാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പരപ്പനങ്ങാടിയിൽ നിന്ന് കഴിക്കാൻ വെച്ചിട്ട് നമ്മളങ്ങനെ നേരെ ട്രെയിൻ നമുക്ക് വരാനായിട്ടില്ല, അരമണിക്കൂറൊറ്റേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ നടന്ന് അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നതിന് ശേഷം പിന്നെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി. പിന്നെ ട്രെയിനിലൊക്കെ കയറി ഞങ്ങൾ. ഇപ്പോൾ ഇതെന്താ പറഞ്ഞാൽ ഞങ്ങൾ ജനറലല്ല കയറിയത്, അതാണ് ഓളിങ്ങനെ അങ്ങോട്ട് നോക്കിക്കുന്നത്. CT വരുന്നുണ്ട്, TTR ഉണ്ടല്ലോ, വരുന്നുണ്ടോ എന്നുള്ളതിൽ പേടിച്ചിട്ട് ആളിങ്ങനെ നോക്കുകയാണ്. പക്ഷെ എനിക്ക് ആ പേടിയൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ പേടിക്കുന്ന ആളൊന്നുമല്ല. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് ഉള്ളത്. കുറേ ദിവസം മീൻസ് ഒരു 1.5 ആഴ്ചയായി. 1.5 ആഴ്ച കുറേ ദിവസമല്ല,
ഒരു 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പം ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്, ഒന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു. ഇവിടെ അമ്മ വീണ് അമ്മയ്ക്ക് കാലിൻ്റെ മറ്റെന്താണ് അളുക്കുന്ന വിടുക, ജോയിൻ്റ് വിടുക, അങ്ങനെയാണ് ജോയിൻ്റ് വീട്, കാലിൻ്റെ ജോയിൻ്റ് വീടുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഇതിലൊക്കെ ആയിട്ട് വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ചേച്ചിൻ്റെ മോളുണ്ട്, കൊച്ചുമോളുണ്ട്, ഞാനും കൊച്ചുമോളും അച്ഛനും അമ്മയും അതും മാത്രമേ ഉള്ളൂ ഇവിടെ. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ ഇടയിൽ വന്ന് പോയി അങ്ങനെ കളിക്കുകയാണ്. അപ്പം ഇതെന്നായിരുന്നു പറഞ്ഞാൽ ഇപ്പം ഒരു കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ പറ്റിയത്. പരിക്ക് പറ്റിയത് അന്നായിരുന്നു. അപ്പോൾ അതാ അമ്മയും അച്ഛനും കൂടി പോയിട്ട് കെട്ടിക്കാനൊക്കെ പോയതാണ്. അമ്മ കെട്ടിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്, നല്ല വേദന ഉണ്ടായിരുന്നു. അതിൻ്റെ ഹാങ് ഓവറിൽ അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു വേദന സഹിച്ച് കൊച്ചു അച്ഛൻ്റെ ഫോണിൽ എന്തോ കാണുകയാണ് കേട്ടോ, വീഡിയോ എന്തോ കാണുകയാണ്. അതും മോന് ഇതാ ഫോൺ കളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചോദിക്കുകയാണ്. എപ്പോഴും അങ്ങനെ കൊടുക്കലൊന്നുമില്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കും. എന്ന് മക്കളെ ഈ നമ്മൾ ഓൺ വോയിസ് തുടങ്ങണ്, ഓൺ വോയിസ് എടുക്കുന്നു, അന്ന് എനിക്ക് ജലദോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോൾ തുടങ്ങി ജലദോഷം. അപ്പം അങ്ങനെയൊക്കെയാണ്. അമ്മ ഇങ്ങനെ ഓരോന്ന് പറയാണ്. ഫോണ് കളിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല അവന്, ഈ ഫോൺ ഇങ്ങനെ കളിക്കണം. എന്നാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ വെച്ചിട്ട് പാവട്ട് കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ സ്കൂളത്തെ ക്ഷീണത്തിൽ വന്ന് കിടന്നുറങ്ങും. ഇനിയിപ്പോൾ ഫോൺ കളിക്കാനോ ഫോൺ ഇട്ട് കൊടുക്കാനൊന്നുമുള്ള സമയം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കളിച്ചോട്ടെ പാവല്ലേ എന്ന് വിചാരിച്ച്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം നമുക്ക് ഫുള്ളാക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അവിടെ വിരുന്നേർ കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ നമുക്ക് ഫുള്ളാക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അമ്മേൻ്റെ കാലിന് ചെറിയ പരിക്ക് പറ്റി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ആഴ്ചേൻ്റെ മേലെയായി കേട്ടോ, 2 ആഴ്ചേൻ്റെ മേലെയായി ഞാനിവിടെ ആയിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല, അമ്മ ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ, കുറേ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് വയ്യായിരുന്നു, തൊണ്ടവേദന ഒക്കെ ആയിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇതിലല്ലായിരുന്നു. അതാണ് നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കാഞ്ഞത്. വെറുതെ വയ്യാണ്ടായിട്ട് നമ്മൾ ഓൺ വോയിസ് എടുക്കാനും എൻ്റെ വോയിസ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനും ഒന്നും പറ്റില്ല. എന്നാലും എൻ്റെ സൗണ്ടേ മാറിയിരിക്കുകയായിരുന്നു, ഒട്ടും സൗണ്ട് ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെയാണ്. കൊച്ചുമോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, കൊച്ചുമോൾ ഇവിടെ ഇല്ല. അവൾ തിരിച്ച് ഓളെ വീട്ടിലേക്ക് ഞങ്ങളാക്കി കൊടുത്ത്. ഇപ്പോൾ ഇവിടെ അമ്മ അച്ഛൻ ഞാൻ അതുകൊണ്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. അവിടെ സ്കൂൾ തുറക്കാനായില്ലേ, അതുകൊണ്ട് സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി അവൻ്റെ പർച്ചേസിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ എന്തായാലും എന്തൊക്കെ പർച്ചേസിങ് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയെന്നും അവൻ എവിടെയൊക്കെ ചേർത്തിയെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അറിയിക്കാം. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെയാണ്. അപ്പോൾ അവിടെ കളിയാട്ടമായിട്ടുണ്ട്, ഉത്സവം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഉത്സവമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം ഇന്നത്തെ 5-ാം തീയതി ആയിട്ടുണ്ട്. 29-ാം തീയതിയാണ് നമുക്ക് ഉത്സവം വരുന്നത്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ അവിടെ ആയിരിക്കും. ഇപ്പോൾ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട്. അമ്മ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. അവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മോനെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അവനെ സ്കൂളിലാക്കണം. അത് കഴിഞ്ഞ് ഞാനൊരു ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടി പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നല്ല ജോലി നോക്കണം. അപ്പം വിചാരിക്കുന്നുണ്ട് എന്തായാലും ജോലി സെറ്റാവട്ടെ. അപ്പോൾ അതിനുശേഷം എന്തായാലും ഗ്രൂപ്പിൽ മീൻസ് ഞാൻ എന്തായാലും അറിയിക്കുക, വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെന്താണ് പുതിയ വിശേഷം എന്ന് പറയാൻ എന്താണ്, ഞാൻ ഡേറ്റ് എത്രയാണെന്ന് വേണ്ടി നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് കട്ടായിപ്പോയി, അതുണ്ടായത്. പിന്നെന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഒരു 30 days ഓഫിനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പകുതി വരെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. എന്നാലും അത് ഫുള്ളാക്കും ഞാൻ കേട്ടോ. എന്താ പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല, വീട്ടിലെ വർക്ക് കാര്യങ്ങൾ.
പിന്നെ എനിക്ക് വയ്യ, അതെല്ലാം കൂടി ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ല. വീഡിയോ എടുക്കാൻ പറ്റായി ഒന്നല്ല, വീഡിയോ നമുക്ക് വേണമെന്ന് വെച്ചാൽ ചക്ക വരുമ്പോഴും കഴിക്കുമല്ലോ. പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്കും വയ്യ, അമ്മയ്ക്കും വയ്യ, അപ്പം എല്ലാം കൂടി നമുക്ക് നടക്കില്ല. പിന്നെ അച്ഛനും കുറേ കാര്യങ്ങളൊക്കെ എടുത്തോളും, പണിയും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ എടുക്കും. അച്ഛൻ മുമ്പ് ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനറിയാം വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യണമെന്ന് അച്ഛനറിയാം. പിന്നെ അച്ഛനും കുറേ ചെയ്തോളും. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും. പിന്നെ ചേച്ചി വന്നിട്ടില്ലായിരുന്നു. ചേച്ചീൻ്റെ അവിടെ കളിയാട്ടം കാപ്പിളിച്ച് കഴിഞ്ഞാൽ വരാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചി വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് വന്ന് പോവും, 2 ദിവസം നിൽക്കും, അങ്ങനെയൊക്കെയായിരുന്നു. വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെന്താ പുതിയ വിശേഷം എന്ന് പറയാൻ, പ്രത്യേകം വിശേഷം എന്ന് പറഞ്ഞാൽ അതുമോന് സ്കൂളിലേക്ക് പോകണം. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാവും എന്താവും എന്നൊന്നും അറിയില്ല. മക്കളെ അങ്കനവാടി പോണ പോലെ അല്ല, സ്കൂളിലേക്കല്ലേ പോണത്. പിന്നെ അതിൽ കറങ്ങാൻ പോയതിൻ്റെ ജസ്റ്റ് കട്ടൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഇടാട്ടോ, ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാനിതിൽ എന്തായാലും ആഡ് ചെയ്യാട്ടോ, കുറച്ചായിട്ടുള്ള ഷോർട്ട് വീഡിയോ. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയതായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യാം. പിന്നെന്താണ്, അപ്പോൾ ഞാൻ ഹെയർ ടിപ്പിൻ്റെ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് ഇടാം. അതുപോലെ ഹെയർ ഓയിലിൻ്റെ എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെന്താണ്, ഇപ്പോൾ ഇവിടെ വൈകിട്ടായിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വീട്ടിൽ, അച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതോടെ ഫോണിൽ കളിക്കുന്നുണ്ട്. അമ്മ അവിടെ റൂമിൽ കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല, കാലാവസ്ഥ കുറഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാത്രിക്കായിരിക്കും മഴ. ഇവിടെ അങ്ങനെയാണ്, രാത്രിക്കാണ് മഴ ഉണ്ടാവാറ്. പിന്നെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചാറിയിരുന്നു. ഇതവിടെ ഇവിടെ എൻ്റെ കറ്റാർവാഴേൻ്റെ കൃഷിയാണ് കേട്ടോ. കറ്റാർവാഴ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, എന്തായാലും തരുന്നതാണ് കേട്ടോ. പിന്നെന്താണ്, അപ്പം ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെന്താണ്, പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനില്ല. ഇനി എന്തായാലും ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ സെറ്റാക്കി എടുക്കണം. മോനെ സ്കൂളിൽ പോകുന്നതൊക്കെ സെറ്റാക്കി വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് അന്നാണ് അമ്മയ്ക്ക് ഇവിടെ പറ്റിയത്. എന്നാൽ അമ്മ പണി കഴിഞ്ഞ് വരുമായിരുന്നു. പണി കഴിഞ്ഞ് വരുമ്പം വന്ന് വീട്ടിലെത്തി, റൂമിൽ കയറിയിട്ട് റൂമിലേക്ക് നനഞ്ഞിട്ടായിരുന്നു, മേലൊക്കെ നനഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മഴ കൊണ്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. കുട ഉണ്ടായിരുന്നു, പക്ഷേ മേലൊക്കെ നനഞ്ഞിട്ട് പാൻറ്റിലൊക്കെ വെള്ളമായിരുന്നു. അപ്പം കുറച്ച് നേരം അമ്മ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നെന്നൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ് റൂമിലേക്ക് പോയപ്പോൾ തന്നെ വഴിക്ക് വീഴുക ചെയ്തത്. വെള്ളം ആക്കി വഴിക്ക് വീണിട്ട് കാലിൻ്റെ അളുക്കുന്ന് വിടുക. എന്നാൽ ജോയിൻ്റ് ഇങ്ങോട്ട് പോരുക. നമ്മൾ ജോയിൻ്റ് ആണുണ്ടോ ഇവിടെയൊക്കെ, ഷോൾഡറിനൊക്കെ ഒരു ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇങ്ങോട്ട് വിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മളവിടെ അടുത്തുള്ള ഡോക്ടറെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ കുറച്ചായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കെട്ടയച്ചിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ കെട്ടയക്കും എന്നുള്ളൊരു സമാധാനം മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. പക്ഷെ ആൾക്ക് വേദനയൊക്കെ ഉണ്ട്, നല്ല വേദന ഉണ്ട്. ഇപ്പോൾ ആളൊന്നും ചെയ്യാനായിട്ടില്ല, ചെറിയ ഇങ്ങനെ നടക്കും, ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരിക്കും, ബാത്റൂമിൽ പോകും, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ വരും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഓവറായിട്ടുള്ള പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു ഇതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു വീഡിയോ ചെയ്യാവുന്നത്. ഇനിയിപ്പോൾ അതിന് അംഗനവാടിയിലൊന്നും പോകലൊന്നുമില്ല, കുറവാണ്. കുറവ് എന്നല്ല, ഇപ്പോൾ കുറേ ദിവസമായിട്ട് അംഗനവാടി പോക്കൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അതുപോലെ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഒരു പുതിയ അംഗനവാടിയിൽ കുട്ടികൾ വരുമ്പോൾ പഴയ അംഗനവാടിയിലത്തെ ആൾക്കാരെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോരുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് പോകാനുണ്ട്. പിന്നെ കളിയാട്ടം കഴിഞ്ഞിട്ടാണ് ആ പരിപാടി വരുന്നത്. പിന്നെ നേരെ സ്കൂളിൽ പോയി എന്താവും എന്തോന്നും എനിക്കറിയില്ല. ഭഗവാനേ, പേടിയായിട്ട് വയ്യ. എൻ്റെ കുട്ടി സ്കൂളിലൊക്കെ പോകാനായി. എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കുഴപ്പമില്ല, പോട്ടെ, മക്കളല്ലേ, വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ചെറുത് ഇവിടെ അങ്ങനെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, വേണമെങ്കിൽ ഇതിൽ വെക്കുന്നുണ്ട്. ആ ഒരാൾ എത്ര വരെ എത്തി എന്നുള്ളതൊക്കെ ആലോചിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ പോയി കാണുക. ഇനി എന്തായാലും ഞാൻ ആ ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ഫുള്ളാക്കാം കേട്ടോ. ഞാൻ എന്തൊക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഷോർട്ട് വീഡിയോ ഒക്കെ ഫുള്ളാക്കി ചെയ്യാം കേട്ടോ.